അപകടം നടന്ന ശേഷവും യാതൊരു വിധത്തിലുള്ള സുരക്ഷാ വീഴ്ചകളും ഉണ്ടായിരുന്നില്ലെന്ന് സംഘാടകർ ആവർത്തിച്ച് അവകാശപ്പെടുന്നതിനിടയിലാണ് അതെല്ലാം പാടെ തള്ളിക്കൊണ്ട് 29 സെക്കൻഡ് നീണ്ട അപകടത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിരിക്കുന്നത്. ബാരിക്കേഡ് ഉണ്ടായിരുന്നെങ്കിൽ അപകടം നടക്കുമായിരുന്നില്ലെന്നും ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. മരണക്കെണിയൊരുക്കി സംഘാടകർ തട്ടിക്കൂട്ടി നിർമ്മിച്ച സ്റ്റേജിന്റെ സുരക്ഷാ വീഴ്ചകൾ എണ്ണിപ്പറയുന്നതാണ് പുറത്തുവന്ന ദൃശ്യങ്ങൾ. സ്റ്റേജിൽ നിരത്തിയിട്ട കസേരകൾക്കും ക്യൂ മാനേജറിനും ഇടയിലൂടെ MLA നടന്നുവന്ന് കസേരയിലിരിക്കുന്നു. 14 അടി ഉയരത്തിൽ നിർമ്മിച്ച സ്റ്റേജിൽ സംഘാടകർ ഒരുക്കിയത് ഒരാൾക്ക് കഷ്ടിച്ചു നടക്കാനുള്ള സ്ഥലം മാത്രം. കസേരയിൽ നിന്നും എഴുന്നേറ്റ് സംഘാടകരിൽ ഒരാളായ പൂർണിമയെ മറികടന്ന് മുന്നോട്ട് നീങ്ങുന്നതിനിടെ MLA കാലിടറി താഴേക്ക് വീഴുകയാണ്. വീഴാതിരിക്കാൻ ക്യൂ മാനേജറിൽ പിടിക്കാൻ ശ്രമിച്ചെങ്കിലും ഉറപ്പില്ലാതിരുന്നതിനാൽ സ്റ്റാൻഡിനൊപ്പം MLAയും കോൺക്രീറ്റ് സ്ലാബിലേക്ക് വന്ന് വീഴുകയായിരുന്നു. മന്ത്രി സജി ചെറിയാൻ, ADGP ശ്രീജിത്ത്, കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ, പരിപാടിയുടെ സംഘാടകർ എന്നിവരുടെ കൺമുന്നിൽ വെച്ചാണ് അപകടം നടന്നത്. ഉയരത്തിൽ നിർമ്മിച്ച സ്റ്റേജിന്റെ മുൻഭാഗത്ത് സുരക്ഷിതമായ സ്ഥലം ക്രമീകരിക്കാതിരുന്നതും സുരക്ഷാ ബാരിക്കേഡ് ഇല്ലാതിരുന്നതും അപകടത്തിന് കാരണമായെന്ന് ദൃശ്യങ്ങൾ തെളിയിക്കുന്നു. ഇത് കുറ്റക്കാരായിട്ടുള്ള കൊച്ചിൻ കോർപ്പറേഷന്റെയും GCDAയുടെയും പോലീസിന്റെയും ഒക്കെ വീഴ്ച മറച്ചുവെക്കാനുള്ള ശ്രമം കഴിഞ്ഞ 5 ദിവസക്കാലമായി നടക്കുകയാണ്. പെരുമ്പാവൂർ സ്വദേശിയായി വീഡിയോഗ്രാഫർ പകർത്തിയ ദൃശ്യങ്ങളാണ് അപകടം നടന്ന 4ാം ദിവസം പുറത്തു വന്നത്. കൺമുന്നിൽ ഇത്രയും വലിയ അപകടം നടന്നതിന് ശേഷവും ഗിന്നസ് റെക്കോർഡിനു വേണ്ടിയുള്ള ഭരതനാട്യത്തിന് പുറമെ സംഗീത പരിപാടിയും നൃത്താവിഷ്കാരവും ആഘോഷവും ഒക്കെയായി സംഘാടകർ പരിപാടി തുടരുകയായിരുന്നു. റിയ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.